അളിയാ എന്താണ് എന്താണെന്ന് എന്താണ് ഒരു ടെൻഷൻ പോലെ? എന്തുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് കാര്യം പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒട്ടും ഓക്കെ അല്ലല്ലോ നീ. എന്താടാ? അളയാ ഇപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കണ്ട, ഇപ്പൊ അളയും ചോദിച്ച പോലെ സ്നേഹത്തോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറുപടി പറയും, ഇല്ലേ? അല്ല പിന്നെ നേരത്തെ അമ്മൂമ്മ ചോദിച്ചു പോലെ ഒരുമാതിരി കടിച്ചേറി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലേ മറുപടി കൊടുക്കുള്ളൂ. എടാ അത് ഈ ഓരോരുത്തരും ഡീൽ ചെയ്യുന്നത് ഓരോ രീതിക്കല്ലേ. എടാ അമ്മൂമ്മയ്ക്കൊക്കെ നല്ല പ്രായമില്ലേടാ, അപ്പൊ അവര് ഡീൽ ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല. അമ്മൂമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്, പക്ഷെ ആ പ്രതീക്ഷ എനിക്കില്ല. പിന്നെ കാര്യങ്ങളൊന്നും നിന്റെ അടുത്ത് തെളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നീ എല്ലാം തികഞ്ഞാണല്ലേ. അല്ലല്ല എന്താണ് പ്രശ്നം പറഞ്ഞോ? അല്ല നേരത്തെ സംസാരിച്ചപ്പോഴളിയാ ബാക്കിയൊക്കെ അങ്ങ് പോട്ടെന്ന് വയ്ക്കാം. അമ്മായി എടുത്തേ എന്തോ പറഞ്ഞത് എനിക്ക് വേണം. അമ്മായിക്ക് സങ്കടമായെന്ന് ഡൗട്ട്. അതെ അമ്മായി ഒന്ന് വിളിക്കൂ. അമ്മായിനെ ഞാൻ വിളിക്കാം, പക്ഷെ നേരത്തെ പോലെ വഴക്കാവരുത്. അല്ലെ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. മാത്രല്ല ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മായി വരാൻ പോണില്ല, വന്നാലും ഉടക്കാൻ നിൽക്കും. അല്ലെ ഓക്കെ വെയിറ്റ്. എന്തോ എന്ത് സിദ്ധു അവരിങ്ങോട്ട് ഞാൻ വരൂല. അമ്മായി സംഭവം എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാലേ, അത് ഒന്നാമത് ഞാൻ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞപ്പോ ചെറുതായിട്ട് കടുത്തു പോയതാണ്. അതിപ്പോ നമ്മൾ അത്ര വലിയ കാര്യം എടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കണം. അടി ഉണ്ടാക്കുന്ന ഇപ്പൊ ഇവിടെ ഒരു സ്ഥിരം ജോലിയാണല്ലോ. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ച ഓർഡർ വിളിച്ചിട്ടാണ് ഇവിടെ എല്ലാരും വരുന്നേ. എന്റെ പൊന്നുമക്കളൊന്നും മിണ്ടാതിരിക്കൂ. അമ്മായി സോറി. സാരില്ലടാ പോട്ട്, ഈ കൊച്ചിറക്കനല്ലേ, നിനക്ക് വിവരമില്ലെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചോളാം. കണ്ടാ കണ്ടാ കൊച്ചിറക്കല്ലേ വിവരമില്ലെന്ന് വിചാരിച്ചോളാം. ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാൻ വരാത്തത്. അമ്മായി നീ വലിയ ഇറക്കണോ? എന്താ എന്റെ പ്രശ്നം? നീ കാര്യം പറ. എവിടെന്നോ വേഷ കിട്ടിക്കാണും. അതിന് കുറച്ച് പുളിക്കും. എവന്റെ വിചാരം എവൻ വലിയ സംഭവമാണെന്നാണ്. എന്നെ തല്ലണം. എന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് അവിടെ ഇരുന്ന് അമ്മായിയെ വിളിച്ചു വരുത്തി ഞാൻ സോറി പറയാൻ നിന്ന്. എന്നെ തല്ലണം. തല്ലട്ടെ. എടാ നീ കാര്യം എന്താണെന്ന് പറ. ഇന്ന് എന്റെ റിസൾട്ട് വരും. അയ്യോ റിസൾട്ട് വരാൻ പോണോ? അപ്പൊ ഇന്ന് എല്ലാവർക്കും മുട്ടക്കറിയായിരിക്കും. ചേട്ടൻ എന്തായാലും തോക്കുമല്ലോ, അപ്പൊ കൊറേ മുട്ടയൊക്കെ ഉണ്ടായിരുമല്ലോ. ഈ സമയത്ത് ഇങ്ങനത്തെ ഫണ്ടൊന്നും അടിക്കില്ല. പാറു മക്കളെ ഉരുകി തീന്നു കഴിഞ്ഞാൽ. കേശു റിസൾട്ട് ഓൺലൈനിൽ നോക്കാൻ പറ്റുമല്ലോ. എത്ര മണിക്ക് പറഞ്ഞു? അത് രാവിലെ 10 മണിയായിരുന്നു പറഞ്ഞിരുന്നേ, ഇപ്പൊ 2 മണി പറയണു. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു രാവിലെ പോലെ. അളിയാ എടാ എന്തിനാണ് നീ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അന്ന് എക്സാം കഴിഞ്ഞ് വന്നപ്പോ നീ നല്ല രീതിയിൽ എല്ലാം അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാണല്ലോ. അല്ലടയാ എഴുതുകയൊക്കെ ചെയ്ത്, എന്നാലും ടെൻഷൻ കാണുമല്ലോ. പരീക്ഷയൊക്കെ എഴുതി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡയലോഗ് അടി ആയിരുന്നല്ല. റിസൾട്ട് വരുമ്പോ കാണാം. അളിയാ നീ മുങ്ങണ്ടി വരുവാ? ഇല്ലളിയാ അത്രയും ഗതിയൊന്നുമില്ല. എല്ലാം എഴുതി ഓക്കെയാണ്, കോൺഫിഡൻസ് ഉണ്ട്.